അക്ബറും ആദിലയും നൂറയും നെവിനെല്ലാം കൂടെ അനീഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അനീഷ് അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അനുമോളും റൂമിലെത്തി. അപ്പോൾ അനീഷ് പറഞ്ഞ് ഞാൻ എന്താണ് കിടക്കാൻ താമസിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഷാനവാസുമായിട്ട് പുറത്ത് ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആകാശത്ത് ഇങ്ങനെ ചന്ദ്രനെ ഒന്ന് നോക്കിയിരുന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കുമായിരുന്നെന്ന് പറഞ്ഞു. അപ്പം നെവിൻ പറഞ്ഞ് ഇപ്പം ലേറ്റായിട്ട് കിടക്കാൻ താമസം എന്താണ്, ഇപ്പം അയവിറക്കാൻ താമസം എന്താണ്, എല്ലാത്തിനും ഇവളാണ് കാരണക്കാരിന്ന് നെവിൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു നല്ല കാര്യമല്ലേ അനീഷേട്ടാ അതൊക്കെ എന്ന് പറഞ്ഞപ്പം നെവിൻ പറഞ്ഞു ഇവളൊറ്റ ഒരാൾ കാരണമാണ് ഇപ്പം അയവിറക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നൂറയൊക്കെ ചിരിക്കുന്നുണ്ട്. പിന്നെ നെവിൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയപ്പം അനിമോൾ എണ്ണീറ്റ് അങ്ങ് പോയി, പുറത്ത് പോയി. എന്നിട്ട് നെവിൻ ഇങ്ങനെ വാ കൊണ്ട് ചിരിക്കുന്ന ശബ്ദം, കൂവുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അനീഷ് എണീറ്റ് തലയും പൊക്കി കുറേ നേരം നെവിനെ നോക്കിയിട്ട് ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് അനിമോള് ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന അനിമോളോട് പറഞ്ഞ് ബാ വന്ന് കിടക്ക് വന്നേ എന്നും പറഞ്ഞ് അനിമോളെ വിളിച്ചുകൊണ്ട് വരുന്നു. അപ്പം നൂറ ലിവിങ് ഏരിയയിൽ നിൽപ്പുണ്ട്. അനിമോള് നൂറയുടെ അടുത്തത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഉറക്കമില്ല, ഉറക്കം വരുന്നില്ല അതാന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞാൽ അനീഷേട്ടൻ നെവിന് വഴക്ക് പറഞ്ഞ് ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞിട്ടാണ് നിന്നെ വന്ന് വിളിച്ചത്. അപ്പം അനിമോള് പറഞ്ഞു എനിക്കിതൊക്കെ കേട്ടിട്ട് പേടി വരുന്നു. എന്തിന് പേടിക്കുന്നത്? എനിക്കെന്തോ ഭയങ്കര ഭയമെന്ന് പറഞ്ഞു. അങ്ങനെ അനീഷേട്ടൻ പോയി കിടന്നു. അങ്ങനെ അനിമോള് വന്നപ്പോൾ നെവിൻ ചോദിക്കുന്നത് അനീഷേട്ടൻ വിളിച്ചുകൊണ്ട് വന്നതാണോയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അനിമോള് നല്ലത് കൊടുക്കുന്നുണ്ട്. നെവിൻ ലൈവിൽ അങ്ങ് വിളയാടുകയാണ്. ബാക്കി അപ്ഡേറ്റ് ആയിട്ട്